നമസ്കാരം. ഇന്ത്യയുടെ ആകാശവും അതിർത്തികളും ഇനി കൂടുതൽ സുരക്ഷിതമാവുകയാണ്. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെയും ഭീകരവാദ ഭീഷണികളെയും ഫലപ്രദമായി ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഒരു ബഹുതല പ്രതിരോധ സംവിധാനം യാഥാർത്ഥ്യമാവുന്നു. ഇസ്രയേലിന്റെ ലോക പ്രശസ്തമായ അയൻഡോമിന് സമാനമായി ഇന്ത്യയുടെ സ്വന്തം പ്രതിരോധ കവചമൊരുങ്ങുന്നു. ഇത് വെറുമൊരു മിസൈൽ പ്രതിരോധ സംവിധാനം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സൈനിക ശക്തിയെ അടിമുടി പരിവർത്തനം ചെയ്യാനുള്ള ഒരു ദീർഘവീക്ഷണമാണ്. ഈ വർഷത്തെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി മാറിയ ഈ ദൗത്യത്തിന് മിഷൻ സുദർശൻ ചക്ര എന്ന് പേരിട്ടു. 2035 ആകുമ്പോഴേക്കും ദേശീയ സുരക്ഷാ കവചം വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നവീകരിക്കാനും ഇത് ലക്ഷ്യമിടുന്നു. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, സിവിലിയൻ കേന്ദ്രങ്ങൾ, മതപരമായ കേന്ദ്രങ്ങൾ എന്നിവയെ ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളിൽ നിന്നും ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു സമഗ്ര പ്രതിരോധ കവചമാണ്. നമ്മുടെ ഈ മിഷൻ ഇസ്രയേലിന്റെ അയൻഡോമുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. 2010കളിൽ ഇസ്രയേൽ വിന്യസിച്ച ഈ സംവിധാനം ആയിരക്കണക്കിന് റോക്കറ്റുകളെ തടഞ്ഞു നിർത്തി 90% വിജയനിരക്ക് നേടിയിരുന്നു. അതുപോലെ ഇന്ത്യയുടെ സ്വന്തം അയൻഡോം മിഷൻ സുദർശൻ ചക്ര എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പൂർണ്ണമായും ഇന്ത്യയുടെ യുവ എഞ്ചിനീയർമാരുടെയും ശാസ്ത്രജ്ഞരുടെയും സഹായത്തോടെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യും. സുദർശൻ ചക്രം വെറും പ്രതിരോധ സംവിധാനം മാത്രമല്ല, ഇത് മുന്നോട്ട് പോയി ആക്രമിക്കാൻ ശേഷിയുള്ള ഒന്നുകൂടിയാണ്. അതായത് ശത്രുക്കളുടെ ആക്രമണങ്ങളെ ചെറുക്കുക മാത്രമല്ല, ആ ഭീഷണികൾക്ക് ശക്തമായ തിരിച്ചടി നൽകാനും ഈ സംവിധാനത്തിന് കഴിയും. ഇതിൽ വിപുലമായ നിരീക്ഷണം, തടസ്സപ്പെടുത്തൽ, പ്രത്യാക്രമണ ശേഷികൾ എന്നിവയെല്ലാം സംയോജിപ്പിക്കും. മിഷൻ സുദർശൻ ചക്രയ്ക്ക് പുറമെ അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യൻ സൈന്യം നടപ്പിലാക്കുന്ന പരിവർത്തന ദശകം എന്ന പദ്ധതിയും ശ്രദ്ധേയമാണ്. ജൂലൈ 26 നടന്ന വിജയ് ദിവസ് ആഘോഷവേളയിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഈ പുതിയ സംരംഭങ്ങളെ കുറിച്ച് പ്രഖ്യാപിച്ചത്. 2023 മുതൽ 32 വരെയുള്ള ഈ ദശകത്തിൽ രുദ്ര, ഭൈരവ്, ശക്തി ബയാൻ, ദിവ്യാസ്ത്ര തുടങ്ങിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാകും. സൈന്യത്തിലെ പ്രധാന സേനകൾക്കും സാധാരണ കാലാൾപ്പട യൂണിറ്റുകൾക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന മാരകമായ പ്രത്യേക സേനാ യൂണിറ്റുകളാണ് ഭൈരവ്. തന്ത്രപ്രധാനമല്ലാത്ത ജോലികൾ ഏറ്റെടുക്കുക, വേഗത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുക, അതിർത്തി കടന്നുള്ള റെയ്ഡുകൾ നടത്തുക എന്നിവയാണ് ഇവയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ. കാലാൾപ്പട, പീരങ്കിപ്പട, കവചിത സേന എന്നിവയിലെ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന സർവായുധ ഒരു ബ്രിഗേഡാണ് രുദ്ര ബ്രിഗേഡ്. സ്വന്തമായി മികച്ച ഫയറിംഗ് പവറും സൈനിക ശേഷിയുമുണ്ട്. കരസേനയുടെ പീരങ്കിപ്പടയിൽ വൻ മാറ്റങ്ങളാണ് വരുന്നത്. ആധുനിക യുദ്ധത്തിന് അനുയോജ്യമായ കൂടുതൽ മാരകവും വൈവിധ്യമർദ്ദനുമായ ഈ ആയുധങ്ങൾ ഡ്രോണുകളും കൃത്യതയുള്ള ആക്രമണ സാങ്കേതിക വിദ്യകളും പരമ്പരാഗത പീരങ്കികളുമായി സംയോജിപ്പിക്കുന്നതാണ്. ഡ്രോണുകളും യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ച് കാണുക, ആക്രമിക്കുക ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തവയാണ് ശക്തിമാൻ യൂണിറ്റുകൾ.